നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസിനെതിരായ അന്വേഷണം അവസാനിപ്പിക്കുന്നു. നടപടി ഉണ്ടാകില്ല എന്ന KGM-CTA ആരോഗ്യമന്ത്രിയുടെ ഉറപ്പ്. DME റിപ്പോർട്ട് മറ്റന്നാൾ. പരസ്യ പ്രതികരണം വിലക്കി താരസംഘടനയായ അമ്മ. വിലക്ക് ലംഘിച്ചാൽ കർശന നടപടിയെന്ന് തെരഞ്ഞെടുപ്പ് വരണാധികാരികൾ. അമ്മയിലെ ആഭ്യന്തര കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്ന് മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് അടുത്ത വെള്ളിയാഴ്ച. രാജ്യത്ത് കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ്. ഇന്ത്യയിലെ ന്യൂനപക്ഷം രാജ്യം വിടണോ എന്ന താമരശ്ശേരി ബിഷപ്പ് മാർ റെമിൻജിയോസ് ഇഞ്ചനാനി. റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച 15-ന് ഗാസ പിടിച്ചെടുക്കുമെന്ന നിലപാട് മയപ്പെടുത്തി ഇസ്രായേൽ. ഗാസയെ ഹമാസിൽ നിന്ന് മുക്തമാക്കുക ലക്ഷ്യമെന്ന് ഇസ്രായേൽ. ഇന്ന് അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരള സർക്കാരിനെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി. കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയതെന്ന് AFAയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ. കരാർ ഒപ്പിട്ടത് സ്പോൺസറാണെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ പ്രതികാര നടപടി അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന ആരോഗ്യവകുപ്പ് ഡോക്ടർമാരുടെ സംഘടനയായ KGM-CTA ഉറപ്പ് നൽകി. മന്ത്രി വീണ ജോർജ് തന്നെ വന്ന് കണ്ടതായും ഇനിയൊരു ഏറ്റുമുട്ടലിന് ഇല്ല എന്നും ഡോക്ടർ ഹാരിസ് ചിറക്കലും വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ പ്രതിസന്ധിയിൽ തുടങ്ങി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലുമായി തുടർന്നു വന്ന ഏറ്റുമുട്ടലാണ് സർക്കാർ അവസാനിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ യൂറോളജി വിഭാഗത്തിലെ മോസിലോസ്കോപ്പ് ഉപകരണം കാണാനില്ലെന്നും പുതിയത് വാങ്ങിവെച്ചുവെന്ന ആരോപണം വരെ ഡോക്ടർ ഹാരിസിനെതിരെ ഉയർത്തിയെങ്കിലും വിജയം കണ്ടില്ല. ഇതോടെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഡോക്ടർ ഹാരിസിനെ കണ്ടു. ഉപകരണം കാണാതായത് സംബന്ധിച്ച് DME നൽകുന്ന റിപ്പോർട്ടിൽ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന പ്രിൻസിപ്പൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ വിവാദം അവസാനിപ്പിക്കുകയാണെന്നും ഈ വിഷയം സംഘടന ഏറ്റെടുത്തതായും ഇനി പ്രതികരിക്കാനില്ലെന്നും ഡോക്ടർ ഹാരിസും വ്യക്തമാക്കി. അതിനകത്തൊന്നും എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അത് നമ്മുടെ സംഘടന അത് ഏറ്റെടുത്തിരിക്കുകയാണ്. സംഘടന പ്രിൻസിപ്പലിനെ കണ്ടു, അത് അദ്ദേഹം വിശദീകരണം കൊടുത്തോളും. അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് അവർ മോസിലോസ്കോപ്പ് ഇല്ല എന്നുള്ള സംഭവമാണ്. അവരത് ചെക്ക് ചെയ്ത് മോസിലോസ്കോപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ അതിനകത്ത് എനിക്കൊന്നും പ്രതികരിക്കാനില്ല. മോസിലോസ്കോപ്പ് കാണാനില്ലെന്ന് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും ഇക്കാര്യത്തിൽ സർക്കാരിനെ കുറ്റം പറയാനില്ലെന്നും തന്റെ ഭാഗത്തു നിന്നും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസും പറഞ്ഞു. ചട്ടലംഘനമാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മീഡിയയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ചട്ടലംഘനമാണ്. മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. ഡോക്ടർമാരുടെ മനോവീര്യം കെടുത്തുന്ന നടപടിയാണ് ഇന്നലെ ഉണ്ടായതെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസുമായി ചേർന്ന മന്ത്രിയുമായി അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും KGM-CTA അറിയിച്ചു. അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് ഇനിയും നീക്കങ്ങൾ ഉണ്ടായാൽ സംഘടന ഏത് വിധേനയും അത് ചെറുക്കുമെന്നുള്ളതും ഞങ്ങൾ വളരെ അസന്ദിഗ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ KGM-CTAയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനുള്ളൊരു സമയം അറിയിക്കാമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉപകരണം കാണാതായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയതായും വാർത്താ സമ്മേളനത്തിനിടെ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും വിളിച്ചത് താനാണെന്നും DMEയും വ്യക്തമാക്കി. നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ രണ്ടുപേരും വിളിച്ചു. ഞാൻ തന്നെയാണ് വിളിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡോക്ടർ ഹാരിസിന് പൂർണ്ണ പിന്തുണയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഡോക്ടറെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താൻ സർക്കാർ ശ്രമിച്ചു. അതിന് മുഖ്യമന്ത്രി നേതൃത്വം നൽകി. ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നമെന്നും അദ്ദേഹം കൊച്ചിയിൽ പ്രതികരിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഗുരുതരമായ തകർച്ചയിലാണ് എന്ന് ഏറ്റവും സത്യസന്ധനായ സേവന തൽപരനായ ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് പകരം ഭരണത്തിൻ്റെ ദുസ്വാധീനത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും വരുതിയിൽ നിർത്താനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി തന്നെ അതിന് നേതൃത്വം നൽകി.
എന്നാൽ ഏത് അന്വേഷണ പ്രഹസനവും എത്ര തന്നെ നടത്തിയാലും എന്ത് മോഷണത്തിൻ്റെ ആരോപണം ഉന്നയിച്ചാലും അദ്ദേഹം നിരപരാധിയാണ്, സത്യസന്ധനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നെയാണ്. പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി താരസംഘടനയായ അമ്മ. സംഘടനയിലെ ആഭ്യന്തര വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിപ്രായ പ്രകടനം നടത്തരുത് എന്നാണ് അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച ശേഷിക്കെയാണ് വരണാധികാരിയുടെ നിർദ്ദേശം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അംഗങ്ങൾക്ക് പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആഭ്യന്തര വിഷയങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കരുതെന്നാണ് തെരഞ്ഞെടുപ്പ് വരണാധികാരി അഡ്വക്കേറ്റ് കെ മനോജ് ചന്ദ്രന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് 15 വരെയാണ് വിലക്ക്. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വിവിധ വിഷയങ്ങളിൽ ചേരിതിരിഞ്ഞ് താരങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പലരും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കുക്കു പരമേശ്വരനെതിരെ പൊന്നമ്മ ബാബുവും ഉഷ ഹസീനയും രംഗത്തെത്തി. ഇതിന് മറുപടിയെന്നോണം മാല പാർവതി അടക്കമുള്ള നടിമാർ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ താരങ്ങൾ പരസ്യമായ ആരോപണങ്ങളിലേക്ക് കടന്നതോടുകൂടിയാണ് വരണാധികാരിയുടെ ഇടപെടൽ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും വാർത്തയായി. കേസിന് പിന്നിൽ നടൻ ബാബുരാജ് ആണെന്ന് ആരോപിച്ച മാല പാർവതി രംഗത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 15 രാവിലെ 11 മണി മുതലാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വൈകിട്ടോടുകൂടി ഫലവും പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, കൊച്ചി. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിനായി ഇന്ന് സമാപനം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും CPM-നെതിരെയും സർക്കാർ നിലപാടുകൾക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഇന്നലത്തെ പൊതുചർച്ചയിലുണ്ടായത്. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്ന് പൊതുചർച്ച നടത്തും. മാങ്കോട് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയെ തുടരാനാണ് സാധ്യത. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന സംഭവങ്ങളിൽ ആശങ്കയുണ്ട് എന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയെ. 10 വർഷത്തിനുള്ളിൽ 100 ഇരട്ടി വർധനവാണ് മതപീഡനത്തിലുണ്ടായത്. ഞങ്ങൾ യൂറോപ്പിലേക്ക് പോകണമെന്നാണോ മോദി സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും ബിഷപ്പ് ചോദിച്ചു. തൃശൂരിൽ BJP ജയിച്ചത് ക്രൈസ്തവരുടെ കൂടെ പിന്തുണയോടെയാണ് എന്ന AK ബാലന്റെ പ്രസ്താവനയ്ക്ക് ബാലൻ ക്രിസ്ത്യാനി അല്ലല്ലോ, അദ്ദേഹം തെളിവ് കൊണ്ടുവരട്ടെ എന്നായിരുന്നു ബിഷപ്പിന്റെ മറുപടി. തീർച്ചയായിട്ടും അത് ക്രൈസ്തവ ലോകത്തിന് വലിയ ആകുലതയാണ്. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതും വാഗ്ദാനം ചെയ്തിരിക്കുന്നതുമാണ് വിശ്വാസം സൂക്ഷിക്കുവാനും വിശ്വാസം ജീവിക്കുവാനും അത് പ്രഘോഷിക്കുവാനുമുള്ള അവകാശം. അത് ഭരണഘടന തന്ന, ഇതൊരു സെക്കുലർ രാജ്യമല്ലേ, ആ ഒരു ഭരണഘടന നമുക്ക് നൽകിയ വലിയ ഒരു അവകാശമാണിത്. എന്നാൽ മതം മാറ്റുന്നു എന്ന പേരിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് തകർക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഉള്ളിൽ 100 ഇരട്ടി വർധനവാണ് ക്രൈസ്തവർക്കെതിരെ ഈ അവസരത്തിൽ വിവിധ മേഖലകളിൽ മതപീഡനം ഉണ്ടായിട്ടുള്ളത്. 2015 100-ൽ താഴെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 2025 ആകുമ്പോഴേക്കും അത് 1000-ന് മുകളിലെത്തി. ജമ്മു കശ്മീരിലെ കുൽഗാമിൽ 9ാം ദിനവും ഏറ്റുമുട്ടൽ തുടരുന്നു. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. ശനിയാഴ്ച രാത്രിയിലുണ്ടായ വെടിവയ്പിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായും 2 സൈനികർക്ക് പരിക്കേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ അഖാലിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ലാൻസ് നായിക് പൃഥ്വിപാൽ സിംഗ്, ശിപ്പായി ഹർമീന്ദർ സിംഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഓഗസ്റ്റ് 1 കുൽഗാമിലെ വനമേഖലയായ അഖലിലെത്തിയ സുരക്ഷാ ജീവനക്കാർക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം തുടങ്ങി. കർണാടക കോൺഗ്രസിന്റെ പരാതിയിലാണ് നടപടി. എല്ലാ മണ്ഡലങ്ങളിലും പരിശോധന വേണം എന്നാണ് ആവശ്യം. അതേസമയം BJPക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടക, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് നടന്നു എന്നാണ് രാഹുലിന്റെ ആരോപണം. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നതെന്ന് MP രാജേഷ്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം കമ്മീഷന്റേതാണ്. വോട്ടർ പട്ടിക സംബന്ധിച്ച കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് നടന്നിട്ടുള്ളത്. ഇലക്ഷൻ സമയത്ത് ജീവനക്കാരെല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണുള്ളതെന്നും MP രാജേഷ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച് CPIM ആണ് നേരത്തെ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ
രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികളാകെ പല നിലയിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും TP കേസ് പ്രതി കൊടിസുനിയുടെയും കൂട്ടാളികളുടെയും പരസ്യ മദ്യപാനത്തിൽ കേസെടുത്ത പോലീസ്. കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കൊലക്കേസ് പ്രതിയായ കൊടിസുനിക്ക് മദ്യം കഴിക്കാൻ അവസരമൊരുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ 3 സിവിൽ പോലീസുകാരെ ദിവസങ്ങൾക്ക് മുൻപ് സസ്പെൻഡ് ചെയ്തിരുന്നു. തലശ്ശേരി കോടതിയിൽ നിന്ന് വരുന്ന വഴിയാണ് പ്രതികൾ മദ്യം കഴിച്ചത്. ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ വെച്ച് മദ്യം കഴിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 17-നായിരുന്നു സംഭവം പുറത്തുവന്നതോടെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു. നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതടക്കം പുറത്തു വന്നിരുന്നു. ലഹരി വ്യാപനത്തിനെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ച കോൺഗ്രസ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിനെതിരെ നടപടിയെടുക്കാതെ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. രാവിലെ 6:30 ആരംഭിച്ച വാക്കത്തോൺ മറൈൻ ഡ്രൈവിലാണ് സമാപിച്ചത്. ലഹരി മരുന്നുകളുടെ അടിമത്തത്തിൽ നിന്നും സ്വബോധത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരുമിച്ച് നടക്കാം എന്ന മുദ്രാവാക്യവുമായാണ് കോൺഗ്രസ് ക്വിറ്റ് ഡ്രഗ് ഡേ എന്ന പേരിൽ വാക്കത്തോൺ നടത്തിയത്. സംസ്ഥാനത്തെ മയക്കുമരുന്നുകളുടെ വ്യാപനത്തിനും ഉപയോഗത്തിനുമെതിരെ KPCC സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച വാക്കത്തോൺ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാവിലെ 6:30 കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ മറൈൻ ഡ്രൈവിലാണ് സമാപിച്ചത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ സർക്കാർ നിസ്സംഗത പാലിക്കുകയാണെന്നും കുട്ടികളെ ലഹരി മാഫിയയ്ക്ക് എറിഞ്ഞുകൊടുക്കാൻ സമ്മതിക്കില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കലാലയങ്ങളിൽ ഒക്കെ തന്നെ ഇതിന് വിപണനം നടത്താൻ ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കുകൾ നമ്മുടെ നാട്ടിലെമ്പാടും ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കുട്ടിയെ പോലും ഈ മയക്കുമരുന്ന് ലോബിയുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ള പോരാട്ടമാണ് കോൺഗ്രസും ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിച്ചു പറയേണ്ടതായിട്ടുള്ളത്. നമ്മുടെ സർക്കാർ ഇക്കാര്യത്തിൽ നിസ്സംഗമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് എന്നീ പോഷക സംഘടനകളുടെ കൂടി സഹകരണത്തോടെയാണ് വാക്കത്തോൺ നടത്തിയത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങി നിരവധി പേർ വാക്കത്തോണിൽ അണിനിരന്നു. അമൃത ന്യൂസ്, കൊച്ചി. ലയണൽ മെസ്സിയെയും സംഘത്തെയും കേരളത്തിൽ കളിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേരള സർക്കാരിനാണ് എന്ന ആരോപണവുമായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധി രംഗത്ത്. കേരള സർക്കാരാണ് കരാർ ലംഘനം നടത്തിയതെന്ന് AFAയുടെ മാർക്കറ്റിംഗ് വിഭാഗം മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ വ്യക്തമാക്കി. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പീറ്റേഴ്സൺ വിസമ്മതിച്ചു. 13 ലക്ഷം ചെലവായത് സ്പെയിനിൽ പോകാൻ മാത്രമല്ല എന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. ഓസ്ട്രേലിയ, ക്യൂബ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കിയിട്ടുണ്ട്. കായിക വികസനത്തിനായി വിദേശ രാജ്യങ്ങളുമായി കരാറുണ്ടാക്കുകയാണ്. അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്നും ചില മാധ്യമങ്ങൾ പലതും പ്രചരിപ്പിക്കുകയാണെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. ഇന്നലെ 13 ലക്ഷം ദൂർത്തടിച്ചു. ഈ സ്പെയിനിൽ മാത്രമല്ല പോയത്, നമ്മൾ വിവിധ രാജ്യങ്ങളുമായി കായിക കരാറുകൾ ഒപ്പുവെക്കുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയുമായി വെച്ചിട്ടുണ്ട്, ക്യൂബയുമായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ രാജ്യങ്ങളുമായി നമ്മൾ നിരവധി കരാറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്പോർട്സ് പോളിസി നമ്മൾ കൊണ്ടുവന്നത്. ഈ സ്പോർട്സ് പോളിസിയിൽ തന്നെ പറയുന്നു സ്പോർട്സ് എക്കോണമി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്പോർട്സ് എക്കോണമിയുടെ ഭാഗമായി പുതിയ ടീമുകൾ കളിക്കാൻ തുടങ്ങി, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് സ്പോർട്സ് എക്കോണമി. ഇതിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ അർജന്റീന കൊണ്ടുവരുന്നത്. മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന പ്രചാരണം സർക്കാർ തള്ളിമറിച്ചുണ്ടാക്കിയ അപകടമെന്ന് ഷാഫി പറമ്പിൽ MP. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിൽ സർക്കാർ വ്യക്തത വരുത്തണം. കരാർ ലംഘനം നടത്തിയത് സർക്കാരാണെന്ന് അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നു. അത് സത്യമാണെങ്കിൽ ഗുരുതരമായ വെളിപ്പെടുത്തലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ വ്യാജമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എല്ലാത്തിൻ്റെയും പോലെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ട് അതിനെ കണ്ട് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഭാഷയെ പറഞ്ഞ തള്ളിമറിച്ച് ഉണ്ടാക്കിയ ഒരു അപകടമാണിത്. ഇപ്പോൾ ഇത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെ പറയുന്നു കരാർ ലംഘനം നടത്തിയത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഇത് ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ആളുകളുടെ ഒരു ഇഷ്ടത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അതിന് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കി, അവരുടെ മാർക്കറ്റിംഗ് ഹെഡ് വ്യക്തമാക്കിയ കാര്യത്തിൽ അവിടെ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്.
അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ ഗാസ പിടിച്ചെടുക്കുമെന്ന നിലപാടുമയപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഹമാസ് ഭീകര സംഘടനയിൽ നിന്ന് മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ബെന്യാമിൻ നെതന്യാഹുവിനെ നീക്കത്തിനെതിരെ ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ അപലപിച്ച് സൗദിയും ജോർദാനും തുർക്കിയും ബ്രിട്ടനും ഫ്രാൻസും കാനഡയും രംഗത്തെത്തി. ഇസ്രയേലുമായുള്ള ആയുധ വ്യാപാരം അവസാനിപ്പിക്കുമെന്ന് ജർമ്മനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായി അക്രമം അവസാനിപ്പിച്ചതിന് ശേഷം മാത്രം വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടക്കാമെന്ന ഹമാസിന്റെ ശക്തമായ നിലപാടാണ് ഇസ്രായേലിനെ കടുത്ത നീക്കത്തിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ പലതവണ ഉരുത്തിരിഞ്ഞു വന്ന സമാധാന മധ്യസ്ഥ ശ്രമങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പാളി. എന്തായാലും അധിനിവേശത്തിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്നും ഗാസ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഹമാസ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഓഗസ്റ്റ് 15 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10 വർഷത്തിന് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് US സന്ദർശിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുള്ള സമാധാന കരാർ US പിന്തുണയോടെ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായവരുടെ കൃത്യമായ കണക്കില്ല. 9 സൈനികരും നാട്ടുകാരും അടക്കം 16 പേരെ കാണാനില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. 100-ലേറെ പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കാമെന്ന് നാട്ടുകാരും പറയുന്നു. 5 മരണമാണ് സ്ഥിരീകരിച്ചത്. ഗംഗോത്രിയിൽ കുടുങ്ങിയ മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികളെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനായി അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ തുടരുകയാണ്. ഉത്തരകാശി ധരാലി റോഡ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവും ബെയിലി പാല നിർമ്മാണവും തുടരുന്നു. 128 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം റിഗമ 2025 ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോളേജിലെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചങ്ങാതിച്ചോല എന്ന് പേരിട്ടിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാതാമൃതാന്തമയി മഠം വൈസ് ചെയർമാനും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. സ്വാമിജി 1976 മുതൽ 79 വരെയാണ് ഇവിടെ പഠിച്ചത്. 45 വർഷങ്ങൾ കഴിയുമ്പോഴും ഒരു നേരമെങ്കിലും കലാലയ ജീവിതം ഓർക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകർ, സുഹൃത്തുക്കൾ, അങ്ങനെ ബന്ധങ്ങൾ നെയ്തെടുത്ത ഒരു കാലഘട്ടമായിരുന്നു കലാലയ ജീവിതമെന്നും സ്വാമി അമൃതസ്വരൂപാനന്ദപുരി പറഞ്ഞു. Now it's the turn of the captain of Rigama 20. ആയിരത്തി 1976 മുതൽ 79 വരെ ഈ കലാലയം എൻ്റെയും സഹപാഠികളുടെയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച മറ്റ് വിദ്യാർത്ഥികളുടെയും സ്വർഗമായിരുന്നു. 45 വർഷങ്ങൾ കഴിയുന്നു ഈ കലാലയത്തിനോട് യാത്ര പറഞ്ഞിട്ട്. എന്നാൽ ഇന്നും ബിഷപ്പ് മൂർ കോളേജും ഞങ്ങൾ പഠിച്ച കാലഘട്ടവും അതിൻ്റെ ഓർമ്മകൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഹൃദയപൂർവ്വം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ മണ്ണും ഈ അന്തരീക്ഷവും ഇവിടുത്തെ കാറ്റിൻ്റെ ഗന്ധവും ഒക്കെ എൻ്റെ മനസ്സിൽ ആഴ്ന്ന് പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചടങ്ങിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മന്ത്രി സജി ചെറിയാൻ, CSA മധ്യകേരള മഹാ ഇടവക ബിഷപ്പും കോളേജ് മാനേജറുമായ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, പ്രശസ്ത സംവിധായകൻ കമൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ കടന്നപ്പള്ളിയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ SFI സ്ഥാനാർത്ഥിക്കെതിരെ നോമിനേഷൻ കൊടുത്തതിന് KSU പ്രവർത്തകന് ക്രൂരമർദ്ദനം. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി അസൈനാറിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെയായിരുന്നു സംഭവം. ചന്തപുര ജുമാ മസ്ജിദിൽ നമസ്കരിച്ചു മടങ്ങുമ്പോൾ പിന്തുടർന്നെത്തിയ 3 SFI പ്രവർത്തകർ അസൈനാറിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പരിക്കുപറ്റിയ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു.
തൃശൂർ കൊടകരയിൽ വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിൽ. ആലപ്പുഴ കൈനകരി മാറാന്തര വീട്ടിൽ സുരാജാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 35 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. ഹൊസൂരിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പച്ചക്കറി കൊണ്ടുപോകുന്നതിന്റെ മറവിലാണ് സ്പിരിറ്റ് കടത്തിയത്. 35 ലിറ്റർ സ്പിരിറ്റ് അടങ്ങിയ 79 കന്നാസുകൾ എക്സൈസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ആലപ്പുഴ കൈനഗിരി സ്വദേശി സുരാജിനെ എക്സൈസ് പിടികൂടി. ഓണത്തോടനുബന്ധിച്ച വ്യാജമദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് ഇയാൾ പിടിയിലാവുന്നത്. സ്പിരിറ്റിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും വിൽപ്പനയിടങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ഡോക്ടർ ഹാരിസ് വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആലപ്പുഴയിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയപ്പോഴായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മന്ത്രി മടങ്ങിയത്. ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ മന്ത്രി എന്തെങ്കിലും പറയാനുള്ളപ്പോൾ അറിയിക്കാമെന്നും കൂട്ടിച്ചേർത്തു. കോട്ടയം എറണാകുളം ഭാഗത്തേക്കുള്ള മുഴുവൻ ട്രെയിനുകളും വൈകുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇലക്ട്രിക്കൽ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് മൂലമാണ് കോട്ടയം എറണാകുളം ഭാഗത്തേക്കുള്ള മുഴുവൻ ട്രെയിനുകളും പിടിച്ചിട്ടത്. 1 മണിയോടെ ലൈനിലൂടെയുള്ള സർവീസ് പുനരാരംഭിക്കും എന്ന് പറയുന്നു. ഇതുമൂലം തൃശൂർ ഭാഗത്തേക്കുള്ള മുഴുവൻ ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ആലുവ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം പ്ലാറ്റ്ഫോമിലെ വൈദ്യുതി ലൈനുകളിലാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത്. എറണാകുളം കുണ്ടന്നൂരിൽ കാർ യാത്രികന്റെ പരാക്രമം. വഴിയിൽ നിർത്തിയിട്ട ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ചു. കൊല്ലം അഞ്ചൽ സ്വദേശി മഹേഷിനെതിരെ പോലീസ് കേസെടുത്തു. സംഭവ സമയത്ത് മഹേഷിന്റെ സഹോദരിയും പെൺസുഹൃത്തും കാറിലുണ്ടായിരുന്നു. കുണ്ടന്നൂർ അലി കഫേ കടയ്ക്ക് മുന്നിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. 13 ഇരുചക്ര വാഹനങ്ങളാണ് നശിപ്പിച്ചത്. മരട് പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ടുള്ള അപകടങ്ങളും മരണങ്ങളും നിത്യവാർത്തയാണ്. ഇപ്പോഴിതാ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിനും കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കുന്നതിനുമായി 2 മാസത്തിനകം പുതിയ 2 ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കുറച്ച് സുഹൃത്തുക്കളുടെ ശ്രമഫലമായാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. നിരവധി വാർത്തകൾ കൊടുത്തിട്ടും അപകട മരണങ്ങൾ നടന്നിട്ടും ഇപ്പോഴും ഇതാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ സ്ഥിതി. വാഹനങ്ങളുടെ തിരക്കിനിടയിൽ കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് തീരെ സുരക്ഷിതമല്ലാത്ത രീതിയിലാണ്. അപകട വാർത്തകളും അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മരണങ്ങളും നിരവധിയാണ്. സാധാരണക്കാരന്റെ ജീവൻ പൊലിയുന്നത് ഇനിയും നോക്കി നിൽക്കാൻ വയ്യാതെയാണ് കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് കിഴക്കേക്കോട്ടയിലെ ഈ പ്രതിസന്ധി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഏതായാലും ആ പരിശ്രമം ഫലം കണ്ടു. ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനുള്ള നടപടിക്ക് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ കാൽനട യാത്രക്കാർക്കായി 2 ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതുപോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ 6 മാസത്തിനുള്ളിൽ റോഡുകളുടെ വീതി കൂട്ടണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ബസ് 2 മത്സരമാണ്. പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും തമ്മിലുള്ള മത്സരം. വീൽ ഡ്രമ്മൊക്കെ വെച്ച് മറച്ചിട്ടാണ് അവർ 2ആയിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി വരുമ്പോൾ വളരെ പരിതാപകര അവസ്ഥയാണ് അവിടെ ഉള്ളത്. 30ഓളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജൂണിൽ കൊടുത്ത കേസ് 1 വർഷത്തിന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവന് ഒരു വില കൽപ്പിക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഹൈക്കോടതിയായിട്ട് പോയത്. ഇതിപ്പോൾ ഹൈക്കോടതി തന്നെ ഇവിടത്തുള്ള ഗവൺമെൻറ് അതോറിറ്റീസ്, കോർപ്പറേഷൻ കമ്മീഷണർ, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, കോർപ്പറേഷൻ സെക്രട്ടറി, നാറ്റ്പാക്ക്, PWD ചീഫ് എഞ്ചിനീയർ, ഇവരുടെ എല്ലാവരുടെയും നിർദ്ദേശം സ്വീകരിച്ചിട്ട് കൊണ്ടാണ് കോടതി ഇങ്ങനൊരു ഓർഡർ നമ്മുടെ എല്ലാവർക്കും വേണ്ടി അവർ എടുത്തിരിക്കുന്നത്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലിഫ്റ്റുള്ള മറ്റൊരു ഫ്ലൈ ഓവർ കിഴക്കേക്കോട്ടയിൽ ഉപയോഗിക്കാതെ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രക്കാർ നിലവിലെ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നത് വിരളമായാണ്. പുതിയവ നിർമ്മിക്കപ്പെട്ടാലും കൃത്യമായ രീതിയിൽ ആളുകളെ ബോധവൽക്കരിച്ച് തുടരുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടാകണം. കിഴക്കേക്കോട്ടയിലെ ഈ ഗതാഗത കുരുക്കിന് പരിഹാരം വേണം. ഇനിയൊരു ജീവൻ പൊലിയാൻ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. ക്യാമറാമാൻ സുരേഷിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ISLന് മുൻപേ സൂപ്പർ കപ്പ് എന്ന ആശയത്തിൽ തൃപ്തരല്ലാതെ ക്ലബ്ബുകൾ. സൂപ്പർ കപ്പിൽ മാത്രമായി പങ്കെടുക്കുന്നതും ISLനെ കുറിച്ച് വ്യക്തതയില്ലാത്തതുമാണ് ക്ലബ്ബുകൾ ഇടഞ്ഞു നിൽക്കുന്നത്. 300 കോടിയിലേറെ ISL സിസ്റ്റത്തിനായി ചെലവാക്കിയെന്നും വ്യക്തതയില്ലാതെ കൂടുതൽ ചെലവ് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ക്ലബ്ബുകളുടെ നിലപാട്.
വിശ്വവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.